നമസ്കാരം. ET ടോക്സിൽ നിഖിൽ ഗോപാലകൃഷ്ണനാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ പൈസ കയ്യിൽ വരുമ്പോൾ അത് എങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കെല്ലാവർക്കും മാസം ശമ്പളം വരുന്ന ആൾക്കാരാണ്, ഒരു ഇൻകം വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പൈസ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ക്യാഷായിട്ട് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ക്യാഷായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. എത്രയാണോ പൈസ നമ്മൾ മാറ്റി വയ്ക്കുന്നത് ആ പൈസ അവിടെ ഭദ്രമായിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു അലമാരയിലോ കാശ് കൊടുക്കുകയിലോ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാൽ ആ പൈസ അവിടെ ഉണ്ടാവും. ഇനി അതല്ല, ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ പൈസ അവിടെ ഉണ്ടാവും. നമ്മൾ വേറെ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ചെയ്യുന്നില്ല. എസ്പെഷ്യലി ബാങ്ക് നല്ലതാണ്. ബാങ്ക് സേഫായിട്ടിരിക്കണമെങ്കിൽ ആ ബാങ്കിൽ അവിടെ ഇരുന്നുള്ളൂ. സേവിങ്സ് അക്കൗണ്ടിലൊക്കെ ആണെങ്കിൽ ഹാർഡ്ലി ഒരു 3-4% ഇൻട്രസ്റ്റും കിട്ടും. അങ്ങനെ ഒരു ഗുണവും നമുക്കുണ്ട്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ വെറുതെ കാശ് കൊടുക്കലിട്ട് വയ്ക്കണതും ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കണതാകുമ്പോൾ നമ്മുടെ പൈസ ശരിക്കും ഒരു വേണ്ട രീതിയിൽ വളരുന്നില്ല. അത് വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നോക്കണം. അപ്പോൾ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഉണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന പൈസ സേവ് ചെയ്ത് വയ്ക്കാനും ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടൈമിലേക്ക് നമ്മുടെ പൈസ വളർത്തിയെടുക്കാനും നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് സേവിങ്സ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ ക്യാഷ് വെറുതെ എടുത്ത് വയ്ക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ FD ആയിട്ട് ഇടാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം. അതിൽ ഒരു നിശ്ചിത കാലത്തേക്ക് നമ്മൾ ലോക്ക് ചെയ്യണം. എന്നിട്ട് ആ പൈസയ്ക്ക് അവർ നമുക്ക് പറഞ്ഞിട്ടുണ്ടാകും ഒരു 7% റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു കുറച്ച് നമുക്കൊരു ഇത്രയും രൂപ കിട്ടും എന്നുള്ളൊരു പ്രോമിസ് നമുക്കുണ്ട്. അപ്പോൾ ബാങ്ക് ഫിനാൻഷ്യലി സേഫാണ്, അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നു, ആ 7% എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ തന്നെ കമോഡിറ്റീസ്, ഇപ്പോൾ ഗോൾഡ്, സിൽവർ, ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഗോൾഡ് മലയാളികളുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ ജ്വല്ലറി ആയിട്ട് വാങ്ങി വയ്ക്കും, കോയിനായിട്ട് വാങ്ങി വയ്ക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി മ്യൂച്വൽ ഫണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ്, അല്ലെങ്കിൽ ഗോൾഡ് സോവറിൻ ബോണ്ട്, അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കിലൊക്കെ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ജ്വല്ലറി ആയിട്ട് വാങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഗോൾഡിൻ്റെ പ്യുവർ പൈസ നമുക്ക് കിട്ടുന്നുണ്ടോ, അതിനൊരു മേക്കിംഗ് ചാർജസ് ഉണ്ട്, അതിലൊരു GST കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണോ? അതിന് പകരം നമുക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെയൊക്കെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റിയിട്ടില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ ഇതെല്ലാം അറിയേണ്ട ഒരു കാര്യമാണ്. ഗോൾഡിൽ, സിൽവറിൽ ഇപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. സിൽവർ ബാറായിട്ട് വാങ്ങി വയ്ക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ റിസ്ക്കും ക്യാരിങ് കോസ്റ്റും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ എന്താണ് മ്യൂച്വൽ ഫണ്ടെന്നും ഇനി വരുന്ന വീഡിയോസിലൊക്കെ സംസാരിക്കാം. സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതുപോലെ നമുക്ക് ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് മുന്നായിട്ട് ബോണ്ട് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് NCDs എന്നൊക്കെ പറഞ്ഞിട്ട്, നോൺ കൺവെർട്ടബിൾ ബോണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ആളുകളിൽ നിന്ന് പൈസ കടം വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബോണ്ടുകൾ എന്ന് പറഞ്ഞത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ കിട്ടുന്ന FDനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസ്സിന് പൈസ സ്വരൂപിക്കണമെന്നുണ്ടെങ്കിൽ 2 വിധത്തിൽ സ്വരൂപിക്കുക. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പ് വിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു കടപ്പത്രമായിട്ട് ഇറക്കാം. അതിൽ പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ 7% എല്ലാ വർഷവും റിട്ടേൺ തന്നോളാം എന്നൊരു ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ 8%. ഓരോ സ്ഥാപനത്തിൻ്റെ ഒരു കഴിവനുസരിച്ച്, കഴിവിനേക്കാൾ ഉപരി ആ സ്ഥാപനത്തിന് എത്ര വരെ കുറഞ്ഞ രീതിയിൽ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അധികം പേരില്ലാത്ത സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ബോണ്ടുകൾ ഇറക്കണം, ചിലപ്പോൾ ഒരു 10% തരാമെന്ന് പറയും. കാരണം നമ്മൾക്ക് 10% പറഞ്ഞാലും നമ്മൾ ആ പൈസ കൊടുക്കുള്ളൂ. പക്ഷേ വളരെ സേഫായിട്ടുള്ള, ഇപ്പോൾ ടാറ്റ പോലത്തെ കമ്പനികൾ, അല്ലാന്നുണ്ടെങ്കിൽ SBI പോലത്തെ ബാങ്കുകൾ, അവർക്ക് ബോണ്ടുകൾ ഇറക്കണമെങ്കിൽ ചിലപ്പോൾ ഇത്രയും റേറ്റ് ഉണ്ടാവില്ല, FDനേക്കാളും കുറച്ച് കൂടുതലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ വെച്ചാൽ സ്ഥാപനങ്ങൾക്ക് പൈസ സ്വരൂപിക്കാനുള്ളത് ഓണർഷിപ്പ് വിൽക്കുക എന്നുള്ളത്. അതാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കുള്ളത്. ഇക്വിറ്റി നമുക്ക് ഒരു ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ നമുക്ക് വാങ്ങാൻ ഓപ്പർച്യൂണിറ്റി. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കർ എടുത്ത് പോയിട്ട് ഒരു ഡീമാറ്റ് അക്കൗണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതിനും സ്റ്റോക്ക് മാർക്കറ്റിൻ്റേതായ ഫ്ലക്ച്വേഷൻ ഇതുണ്ടാവും. പക്ഷേ ഇതിൽ ലോങ് ടൈമിൽ കുറച്ചും കൂടി റിട്ടേൺ കിട്ടാനുള്ള ഒരു ചാൻസ് ഇക്വിറ്റീസിലുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികളാണ് ലാൻഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലാൻഡ് വാങ്ങണമെങ്കിൽ നമുക്കൊരു ബൾക്കായിട്ട് പൈസ വേണം, നല്ല സ്ഥലങ്ങൾ കണ്ടെത്തി നമ്മൾ വാങ്ങണം. വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സെല്ലറെ കണ്ടെത്തി വിൽക്കണ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതിൽ മൊത്തം നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ക്യാഷ്, അല്ലെന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതെല്ലാവരും നമുക്ക് ഒരു നിശ്ചിത പൈസ നമുക്ക് പ്രോമിസ് കിട്ടുന്നുണ്ട്. ആ പൈസ നമുക്ക് കിട്ടും. നമ്മുടെ പൈസയ്ക്ക് അധികം ഒരു ഫ്ലക്ച്വേഷൻ ഇല്ല. എന്നാൽ ഈവൻ ബോണ്ടിലും അങ്ങനെ തന്നെയാണ്.
പക്ഷേ ഇക്വിറ്റി അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ, ലാൻഡ് ഇതിൻ്റെ ഒന്നും ഭാവിയിൽ എന്താണ് പ്രൈസ് എന്നുള്ളത് നമുക്ക് ഒരാളും പ്രോമിസ് ചെയ്യുന്നുണ്ടില്ല. അന്നത്തെ ഡിമാൻഡ് അനുസരിച്ച്, അന്നത്തെ ആ പ്രൈസിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും, അന്ന് മാർക്കറ്റിൽ എത്രയാണ് വാല്യൂ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലൊരു റിസ്ക് എടുക്കുന്നുണ്ട്. ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബാങ്ക് എഫ്ഡിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കേണ്ട കാര്യം വെച്ചാൽ റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ളതിന് റിസ്ക്കും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ റിസ്ക് എടുത്തിട്ട് ആ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വേരിയസ് ഓപ്പർച്യൂണിറ്റികൾ. നമുക്ക് ഏതാണോ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതെല്ലാനും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇതിൽ കൂടെ നമുക്ക് ഒരു ഫണ്ട് മാനേജറുടെ ഹെൽപ്പോടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയുക. നമ്മൾ ഇന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് എല്ലാവർക്കും നമ്മൾ നോക്കേണ്ട കാര്യമാണ്, ഇത് എത്ര കാലം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതിന് എത്ര റിസ്ക് ഉണ്ട്, എത്ര റിട്ടേൺ കിട്ടും. അപ്പോൾ ഈ ടൈമും റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ റിട്ടേണിൽ നമുക്ക് മോർ എക്സ്പെക്റ്റേഷൻ വയ്ക്കാം. റിട്ടേൺ മാത്രം കണ്ടിട്ട് നമ്മുടെ അടുത്ത് സമയമില്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ പോകാൻ പാടില്ല. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റും ഈ 3 കാര്യങ്ങൾ, റിസ്ക്, ടൈം, റിട്ടേൺ, ഈ ബാലൻസ് നമുക്ക് എങ്ങനെ വരുത്താം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനും. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും.